അപ്പൊ ഇനിയിപ്പോ ഇനിയിപ്പോ അതിന്റെ സക്സസ് മീറ്റിനൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണല്ലേ ചെന്നൈയിലേക്ക്? ചെന്നൈയിൽ ഇപ്പൊ എനിക്ക് 10-ാം തീയതി കഴിയുമ്പോൾ സക്സസ് മീറ്റ് ഉണ്ട്. അപ്പൊ അതിന് സക്സസ് മീറ്റിൽ പോണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ തമിഴിൽ നമുക്ക് ഈ പടത്തിന്റെ ബേസിൽ നിന്ന് കുറച്ച് ഡയറക്ടേഴ്സും ഒക്കെ സംസാരിക്കുന്നുണ്ട് എന്റെ പ്രോജക്ട് പരിപാടികളൊക്കെ. ഇപ്പൊ മലയാളത്തിൽ എനിക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാക്കിപ്പടയുടെ ഡയറക്ടറുടെ പുതിയ പടം അടുത്ത കേസ് എന്ന് പറഞ്ഞു, അടുത്ത കേസ് എന്ന് പറഞ്ഞിട്ട് പടം. വേറെ ഏതൊക്കെയാ ചെയ്യുന്നത്? ഇതാണ് ഇപ്പൊ ലാസ്റ്റ് ചെയ്ത പടം. എനിക്കൊന്ന് കഴിഞ്ഞ മാസമാണ് ഷൂട്ട് കഴിഞ്ഞത്. അപ്പൊ ഈ ശരിക്കും ഇതൊരു വലിയൊരു ഡിസിഷൻ എടുക്കട്ടെ. കാരണം പല ഹീറോസിനും അല്ല മലയാളത്തിൽ വന്ന പല നടന്മാരും റീസെന്റ് ആയിട്ടാണ് നരേനൊക്കെ അദ്ദേഹം പറയാറുണ്ട്. അതായത് എവിടെ മലയാളത്തിലും അവിടെയും രണ്ടും വരുമ്പോ ഒരു പ്രശ്നം ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രോബ്ലം വരും. രണ്ട് സ്ഥലത്തും ഒരേപോലെ ഓഫേഴ്സ് വരികയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു പ്രശ്നം പല നടന്മാർക്കും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ പല ആളുകൾ നമുക്ക് റഹ്മാൻ മുതലുള്ള എടുത്തു കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് അന്ന് ആ ഒരു ഡിസിഷൻ അവിടെ ഇവിടെയും രണ്ട് തോണിയിൽ കാല് വയ്ക്കാന്ന് പറഞ്ഞ ആ ഒരു ടെൻഷൻ ഉണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ ടെൻഷൻ ഇല്ല. കാരണം ഞാന് എന്തെങ്കിലും ആകുമെന്ന് വിചാരിച്ചിട്ടല്ല. ഇപ്പൊ പണ്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നാളെ സ്റ്റാർ ആവും അങ്ങനെയൊക്കെ. ഇപ്പൊ എന്നെ സംബന്ധിച്ചോളം എനിക്ക് അങ്ങനെ ആരെങ്കിലും ആകണമെന്നൊരു ചിന്തയില്ല. എനിക്ക് എന്തെങ്കിലും ആത്മാർത്ഥമായി ചെയ്താൽ മതി. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ അതല്ലാതെ ഇപ്പോ നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് പല 2010 ശേഷം എടുത്താൽ കുറെ മാറ്റങ്ങൾ മലയാളത്തിലും തമിഴിലൊക്കെ കുറെ ഹീറോസ് വരുന്നുണ്ട്. വേറൊരു ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് മലയാള സിനിമയായാലും തമിഴ് സിനിമയിലൊക്കെ. അപ്പൊ ഇന്ന ഒരു നടൻ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ശിവകാർത്തികേയൻ ഒരു ഔട്ട്സൈഡറാണ്, നെപ്പോക്കിഡ് അല്ല, പക്ഷെ വന്നൊരു സ്റ്റാർഡത്തിലേക്ക് എത്തി. ഇതുപോലെ ആരെങ്കിലും ഒരു എടുത്തു പറയാനുണ്ടെങ്കിൽ കുറച്ച് റോൾ മോഡൽസ് നമുക്ക് ലാലേട്ടൻ, മമ്മൂട്ടി, നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ളൊരു പരിപാടി പറയണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഫഹദ് ഫാസിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു നടനാണ്. എനിക്ക് തമിഴിൽ പറയുകയാണെങ്കിൽ വിജയ് സേതുപതി ഇഷ്ടമാണ്. കതിർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നടനാണ്. മണികണ്ഠൻ ഭയങ്കര അടിപൊളി ആണ്. പിന്നെ എനിക്ക് രാജ്കുമാർ റാവുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഹിന്ദിയിൽ രാജ്കുമാർ റാവുവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരു ആക്ച്വലി പുള്ളി എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. പുള്ളി ബേസിക്കലി തിയേറ്ററിൽ നിന്നാണ് എനിക്ക് പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഇന്റർവ്യൂസ് എനിക്കിഷ്ടം. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ചട്ടക്കൂടിലൊന്നും വീഴാൻ പാടില്ല. ഇയാൾക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സാധനമില്ല. ഞാൻ അതാ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരാളാകണമെന്നില്ല. എന്തെങ്കിലും നമുക്ക് ആത്മാർത്ഥമായി ചെയ്യാൻ പറ്റിയാൽ മതി. എന്തെങ്കിലും നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുമ്പോൾ നാളെ നമ്മൾ ആരെങ്കിലുമൊക്കെ ആവും. ഈ ആരെങ്കിലുമൊക്കെ ആകുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് നമുക്കൊരു പ്രചോദനമാവാൻ പറ്റിയാൽ അതാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭയങ്കരമായൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ തമിഴ് സിനിമയിൽ നിന്നാണോ ഇത് വരുന്നത്, മലയാള സിനിമയിൽ നിന്നാണോ ഇത് വരുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ നിന്ന് വരുമോ, അങ്ങനത്തെ പേടികളൊന്നുമില്ല. നല്ല സിനിമകളുടെ ഭാഗമാവുക, നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുക, അങ്ങനെയാണ് എൻ്റെ ഒരു ഞാൻ ചിന്തിച്ചിരിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ.